കുഞ്ഞാമീന് നമ്മുടെ അനിൽ മുഹമ്മദ് കൊടുത്ത മറുപടി ഏറ്റവും വളരെ ഇഷ്ടമായി തോന്നി. അങ്ങനെ തന്നെ മറുപടി കൊടുക്കേണ്ടത്. ഇടിച്ചണ 1 മണിക്കൂർ 10 മിനിറ്റ് പ്രസംഗം ഉണ്ടെങ്കിൽ അതിൽ കുറേ സമയം ഇടിച്ചാറുണ്ട്. ഇടിക്കണ ഒരു അയവാനം എന്ന് പറഞ്ഞിട്ടാണ് ഇവന് വീഡിയോ ചെയ്തത്. കാരണം ഇവർ തരീക്കെട്ട് കിട്ടിയെന്നല്ലാതെ ഒരു വസ്തു ഇല്ലല്ലോ. കാരണം എന്താ, മറ്റുള്ളവരെ കളിയാക്കാനും ഇതാക്കാനും. അതിന് മറുപടി എടുത്തെന്നാണല്ലോ, നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ പ്രസംഗം കേട്ടാൽ ഇടിക്കാനേ ചിരിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണ്, അതിൽ ഒരിതുണ്ട് ചിരിയിൽ, അല്ലാതെ അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ആ രൂപത്തിൽ അനിൽ മുഹമ്മദ് പോലും ഇവൻ്റെ ഈ വില കുറഞ്ഞ വാദത്തിനെതിരെ ഒരു ചിരിയിലൂടെ മാത്രം മറുപടി കൊടുത്തെങ്കിൽ, ചിരിയിലൂടെ അല്ല ഇവന് ശരിക്കും മറുപടി കൊടുക്കേണ്ടത് ഇവർക്ക്, കള്ളത്തരിക്കത്ത് കുരുവട്ടൂരികൾക്ക്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ലോകം നിയന്ത്രിക്കണ പണി എന്നതുപോലെ തന്നെ ഇബിലീസിനടക്കം മുസ്ലിം ആക്കണ പണിയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. പടച്ചോൻ പോലും ഒന്ന് നടക്കൂലട്ടോ എന്ന് പറഞ്ഞാൽ പടച്ചോനെ ധിക്കരിച്ച് കണ്ട് അന റബ്ബുക്കുമില്ലാന്ന് ഫിറോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് ഫിറോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിറോനെ പോലും തോൽപ്പിക്കുന്ന ഫിറോൻ പറഞ്ഞിട്ടില്ല ഇബിലീസിനെ ഞാൻ മുസ്ലിം ആക്കി കൊണ്ടിരുന്നു. ഇങ്ങനത്തെ പണിയെടുക്കുന്ന കള്ളത്തരീക്കത്തുകാരെ ഇത്തരം അനിൽ മുഹമ്മദ്മാർ വന്നുകൊണ്ട് ചെലുത്തി ഇരപ്പാക്കാനല്ലാതെ ഇവർക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, 1 മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ അതിൽ ഒരായത്തോതി അതിൻ്റെ അർത്ഥം പറഞ്ഞ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് പകരം, അതല്ലെങ്കിൽ ഒരു ഫിഖ് മസല പറയുന്നതിന് പകരം, അതല്ലെങ്കിൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പറയുന്നതിന് പകരം, ഇവരൊരാളെ എന്ത് ചെയ്തു എന്നറിയാം അങ്ങോട്ട് ആവാഹിച്ചെടുത്തുകൊണ്ട് ഇവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മുസ്ലിമീങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിൽ നിന്ന് അച്ചാരം വാങ്ങിയ ഈ കള്ളത്തിരിക്കത്തുകാർ ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറ ഇത് വീക്ഷിക്കണം എന്ന രൂപത്തിൽ കോമഡികൾ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, പല വീഡിയോകളും മറക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് നോക്കിപ്പോകുന്ന ആളുകൾ പോലും ഇവിടെ സ്തംഭിതരായി പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്ന കാര്യങ്ങൾ ചെറിയ കൊച്ചു കുട്ടികൾക്കും അറിയും. ഇബിലീസൊക്കെ മുസ്ലിം ആക്കാൻ ഇവിടെ ഒരു ചങ്ങായിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ ഹലാലാണ് എന്ന പോലെ എന്താണ്, ഹാർമോണിയം ഹലാലാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ഹലാലൊക്കെ അതൊക്കെ ഹലാലാണ്, ഒരു ഷേഖായ മതി, ഷേഖിന് പിന്നെ ഹറാമു ഹലാലൊന്നുമില്ല എന്ന് പറയുന്നത് ഷേഖിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ഷേഖ് മുഹ്യിദ്ദീൻ ഷേഖ് അടക്കം ഒരു വെള്ളിൻ്റെ തളികയിൽ ഇറങ്ങി വന്നപ്പോൾ എന്താണ്, അതിൽ നിങ്ങൾ കുറിച്ചോളൂ, നിങ്ങൾക്ക് ഹലാലാന്ന് ഇബ്ലീസാണ് ആട്ടരുത്. ആ ഇബ്ലീസിൻ്റെ പണി ഏറ്റെടുത്തവരാണ് ഇവർ. എന്തായാലും കഷ്ടം. അള്ളാഹ് നമ്മളെ കാക്കട്ടെ.